തേനിലും മധുരം വേദമല്ലാതെ. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാം പഠിച്ചത് സഭയുടെ വളർച്ചയെക്കുറിച്ചാണ്. ഈ ദിവസം വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതിന് മുമ്പായി തന്നെ കർത്താവിൻ്റെ സഭ എടുക്കപ്പെടുന്ന ആ മഹൽ ദിനത്തെക്കുറിച്ച് അല്പസമയം ഇന്ന് ചിന്തയ്ക്കായി വച്ചിരിക്കുകയാണ്. അതായത് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന കാന്തയായ ദൈവസഭ, അവളെ ചേർക്കുവാൻ വരുന്ന കാന്തനാം ക്രിസ്തു, ഇവരുടെ കല്യാണമാകുന്ന സമ്മേളനത്തെക്കുറിച്ചാണ് ഇന്നത്തെ പഠനം. അടുത്ത ക്ലാസ് മുതൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. സത്യവചനം സത്യമായി പഠിപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. വെളിപ്പാട് 19:7 ദൈവസഭ മണവാട്ടി എന്ന നിലയിൽ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യകയാകുന്നു. 2 കൊരിന്ത്യർ 11:2. കറ, ചുളുക്കം, മാലിന്യം, വാട്ടം എന്നീ കുറവുകളൊന്നുമില്ലാതെ വിവാഹ ദിവസം വരെ പാതിവൃത്യമുള്ളവളായി അന്യദേവനെ ആരാധിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ വിശുദ്ധിയോടെ തൻ്റെ മണവാളന് വേണ്ടി കാത്തിരിക്കേണ്ടവളാണ്. യാതൊരശുദ്ധിയും വിഗ്രഹാരാധന ദുർനടപ്പും അവളിൽ പേർ പറക പോലും പാടില്ല. ഫേസ്യർ 5:3-27. ഇപ്രകാരം കാത്തിരിക്കുന്ന മണവാട്ടിയായ സഭയെ ചേർക്കുവാൻ മണവാളനായ ക്രിസ്തു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ തക്ക സമയത്ത് മണവാളൻ വരികയും വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന സഭയെ തന്നോട് ചേർത്ത് കൊള്ളുകയും ചെയ്യും. 1 തെസ്സലോനിയർ 4:16 വായിക്കുക. യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിൽ ഒരു യഹൂദനായിട്ട് ആണ് ജനിച്ചതും വളർത്തപ്പെട്ടതും. ആയതിനാൽ കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുന്ന വിധവും യഹൂദ ആചാരപ്രകാരമാണ്. ഈ ആചാരപ്രകാരം വരന് സ്നേഹിതന്മാരും വധുവിന് തോഴിമാരുമുണ്ട്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും കൊണ്ടുവരും. സങ്കീർത്തനം 45:7-14. പെസഹ കുഞ്ഞാടായ ക്രിസ്തുവും വീണ്ടെടുക്കപ്പെട്ട സഭയും ഒരുമിച്ചുള്ള സമ്മേളനമാണിത്. കാന്തനാം കുഞ്ഞാടിൻ്റെ സ്വഭാവം താഴ്മയും വിനയവും സൗമ്യതയും ഉള്ളതാണ്. ഈ സ്വഭാവ വിശേഷതകൾ കാന്തയാം സഭയ്ക്ക് ഉണ്ടായിരിക്കണം. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ സൗമ്യതയുള്ളവനാകയാൽ എന്നിൽ നിന്നും പഠിപ്പീൻ. മത്തായി 11:29. യഹൂദൻ്റെ കല്യാണത്തിന് 3 ഘട്ടങ്ങളുണ്ട്. 1 വിവാഹ നിശ്ചയം നടത്തുന്ന ഘട്ടം, 2 പരിചയപ്പെടുത്തുന്ന ഘട്ടം, 3 വിവാഹ ആഘോഷം. യഹൂദന് വധുവിനെ തിരഞ്ഞെടുക്കുന്ന വിധം ഇപ്രകാരമാണ്. വരൻ്റെ പിതാവാണ് വധുവിനെ തിരഞ്ഞെടുക്കുന്നത്. നേരിട്ട് ചെന്നോ അല്ലെങ്കിൽ സേവകനെ അയച്ചോ തിരഞ്ഞെടുക്കും. ഉദാഹരണം, അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ഏലിയാസറിനെ അയച്ച് വധുവിനെ തിരഞ്ഞെടുത്തു. നമ്മുടെ പിതാവായ ദൈവം തൻ്റെ പുത്രന് വേണ്ടി ലോകസ്ഥാപനം മുമ്പ് തന്നെ കരുതി വെച്ച് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ അയച്ച് ഒരുക്കി എടുത്തു. 1 പത്രോസ് 1:2. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ പുത്രനെ സമീപിക്കുവാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാൻ 6:44. അതിനുശേഷം വരൻ വധുവിനെ സന്ദർശിക്കും. അതിനായി വരൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വധുവിൻ്റെ ഭവനത്തിലേക്ക് വരുന്നു. നമ്മുടെ കർത്താവും 2000 വർഷങ്ങൾക്ക് മുമ്പ് പിതാവിൻ്റെ ഭവനമായ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വധുവിൻ്റെ ഭവനമായ ഭൂമിയിലേക്ക് വന്നു. കാലസമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഭൂമിയിൽ വന്നു. ഗലാത്യർ 4:4. വധുവിൻ്റെ വീട്ടിൽ വന്ന് വധുവിൻ്റെ സമ്മതം ചോദിക്കുകയാണ്. വരനെ ഇഷ്ടപ്പെട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചുവെങ്കിൽ ഈ കല്യാണം ഇഷ്ടമാണെന്ന് അവൾ വായു തുറന്ന് പറയണം. ഇഷ്ടമാണെന്ന് വായു തുറന്ന് പറഞ്ഞാലുടൻ വരൻ അവളെ വിവാഹമോതിരം അണിയിക്കുന്നു. ഇതാണ് യഹൂദാചാരം.
നമ്മുടെ കർത്താവും അവളെ കാണുവാൻ അവളുടെ ഭവനമായ ഭൂമിയിൽ വന്നു. അവനെ സ്വീകരിക്കുവാൻ ഇഷ്ടമായെങ്കിൽ അവൻ അവളുടെ രക്ഷകൻ എന്ന് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായ് കൊണ്ട് ഏറ്റുപറയണം. റോമാലേഖനം 10:9. വായ് തുറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ച ഉടൻ പരിശുദ്ധാത്മാവ് എന്ന മുദ്രമോതിരം അവളെ അണിയിച്ച് ഉറപ്പിക്കുന്നു. എഫേസ്യർ 1:14. വീണ്ടെടുപ്പിൻ നാളിനായി പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. എഫേസ്യർ 4:30. വധുവിനെ വില കൊടുത്തു വാങ്ങണം. യഹൂദന്മാരുടെ ഒരു ആചാരമാണിത്. പെൺകുട്ടിയെ ലഭിക്കുവാൻ വരൻ വധുവിൻ്റെ പിതാവിന് വില കൊടുക്കണം. തുക എത്ര കൊടുക്കണമെന്ന് കമ്മിറ്റി തീരുമാനിക്കും. പൊന്ന്, വെള്ളി, സ്വർണ്ണ നാണയം എന്നിവ വിലയായി നൽകണം. നമ്മുടെ മണവാളനായ ക്രിസ്തു പൊന്ന്, വെള്ളി എന്നീ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. 1 പത്രോസ് 1:18-19. ഇപ്രകാരം വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ ഇനി നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. 1 കൊരിന്ത്യർ 6:19. അതിനുശേഷം വിവാഹ നിശ്ചയം നടക്കുകയാണ്. ഈ ദിവസം വിവാഹ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ഈ ഉടമ്പടി വായിച്ച് കേൾപ്പിച്ചതിന് പ്രകാരം വിവാഹ വാഗ്ദാനങ്ങൾ എഴുതി ഒപ്പുവെച്ച് വരൻ വധുവിനെ ഏൽപ്പിക്കും. അത് വിവാഹ ദിവസം വരെ വധു ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ആശയോടെ കാത്തിരിക്കണം. ഇതുപോലെ നമ്മുടെ കർത്താവും നമുക്ക് വാഗ്ദാനങ്ങളായ തിരുവചനം നമുക്ക് തന്നിരിക്കുന്നു. കാന്തൻ വരും വരെ ഇടയ്ക്കിടെ ഇത് വായിച്ച് കാത്തിരിക്കണം. അടുത്തായി, വിവാഹം നടക്കുവാൻ 1 വർഷം വരെ കാത്തിരിക്കണം. കാരണം അവൾക്ക് പിരിയണമെങ്കിൽ ഈ കാലത്ത് വേർപിരിഞ്ഞു പോകാം. എന്നാൽ വരൻ വധുവിനെക്കുറിച്ച് ഹൃദയം നുറുങ്ങി വേദനപ്പെടുകയാണ്. അവളുടെ മനസ്സ് വരനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ? മറ്റൊരുവൻ്റെ വശീകരണ വാക്കിനാൽ അവൾ വീണു പോകുമോ എന്നോർത്ത് വിവാഹ ദിവസം വരെയും അവൻ അവളെ ഓർത്ത് വ്യാകുലപ്പെട്ട് വേദനിച്ചു കൊണ്ടിരിക്കും. അവൾ എന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന പരീക്ഷണ കാലഘട്ടം കൂടെയാണിത്. നമ്മുടെ കർത്താവും നമ്മെക്കുറിച്ച് വ്യാകുലപ്പെടുകയാണ്. ഹവ്വായ സർപ്പം ചതിച്ചതുപോലെ അവളുടെ മനസ്സിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ? മറ്റൊരുത്തൻ വന്ന് എൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിപരീതമായി മറ്റൊരു സുവിശേഷം പറഞ്ഞു, കള്ളപ്രവചനങ്ങൾ പറഞ്ഞും മോഹന വാഗ്ദാനങ്ങൾ നൽകി തെറ്റിച്ചു കളയുമോ എന്നോർത്ത് ദുഃഖിക്കുകയാണ്. 2 കൊരിന്ത്യർ 11:2-4 കൊലോസ്യർ 2:4. വിവാഹ ദിവസം വരെയുള്ള കാലയളവിൽ കഷ്ടതകളും ഞെരുക്കങ്ങളുമായ ക്രൂശ് കാന്തനു വേണ്ടി അവൾ ചുമക്കേണ്ടതുണ്ട്. എനിക്ക് വേണ്ടി അവൾ സഹിച്ചു നിൽക്കുമോ? സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഇങ്ങനെ ഒരു പരിശോധന കാലഘട്ടം കൂടെയാണ് ഈ 1 വർഷം. ഉടമ്പടിയുടെ അടയാളം. വിവാഹ നിശ്ചയ ദിവസം വരൻ നൽകിയ വാഗ്ദാനങ്ങൾ ഉറപ്പിക്കുന്നതിന് അടയാളമായി വരനും വധുവും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്നും വീഞ്ഞു കുടിക്കും. ഇപ്രകാരമാണ് ഉടമ്പടിക്ക് അടയാളമായി ചെയ്യുന്നത്. അതിനുശേഷം രണ്ടാമത് വിവാഹ ദിവസം അവർ ഒരുമിച്ചിരുന്ന് കുടിക്കും. നമ്മുടെ കർത്താവായ യേശു ശിഷ്യന്മാരും ആയി പെസഹാ ദിവസം ഒരുമിച്ചിരുന്ന് ഒരു പാനപാത്രത്തിൽ നിന്ന് വീഞ്ഞു കുടിച്ചതിന് ശേഷം മണവാളൻ മണവാട്ടിക്ക് നൽകിയ വാഗ്ദാനം, ഇനി പിതാവിൻ്റെ രാജ്യത്ത് വെച്ച് നാം ഒരുമിച്ച് 2ാമത്തെ പ്രാവശ്യം കുടിക്കും എന്ന് ഉറപ്പ് കൊടുത്തു. എൻ്റെ പിതാവിൻ്റെ രാജ്യത്ത് വെച്ച് നാം ഒരുമിച്ചിരുന്ന് കുടിക്കുന്ന നാൾ വരെ, അതായത് വിവാഹ ദിവസം വരെ, മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്നും ഇനി കുടിക്കയില്ല. മത്തായി 26:29. വിവാഹ നിശ്ചയ ദിവസം വരൻ വധുവിന് സമ്മാനങ്ങൾ നൽകും. മോതിരം, പുതിയ വസ്ത്രങ്ങൾ എന്നിവ സമ്മാനമായി നൽകുന്നു. എന്തിനാണ് ഇവ സമ്മാനമായി നൽകുന്നതെന്നോ? വിവാഹ ദിവസം വരെ ഇവയെ കണ്ടുകൊണ്ട് വരനെ ഓർത്തിരിക്കുവാൻ. നമ്മുടെ കർത്താവും നമുക്ക് തന്നിട്ട് പോയ സമ്മാനം പരിശുദ്ധാത്മാവി എന്ന മുദ്രമോതിരം അച്ചാരമായി നമുക്ക് നൽകിയിട്ട് പോയി. റോമ 8:23. ആത്മാവി എന്ന ആദ്യ സമ്മാനം ദാനമായി നൽകി. നിർമ്മല കന്യകയായി ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവൾ. ഇനി മുതൽ ഇവൾ എനിക്കുള്ളവൾ
എൻ്റെ കയ്യിൽ നിന്നും ആരും പിടിച്ചു പറിക്കയില്ല. 2 കൊരിന്ത്യർ 11:2. ആകയാൽ ഇനി മറ്റൊരു നാമത്തിൻ്റെ പിന്നാലെ പോകരുത്. അവരുടെ ഇടയിൽ നിന്നും വേർപെട്ടിരിപ്പീൻ. നിങ്ങൾ അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടരുത്. 2 കൊരിന്ത്യർ 6:14-17 വരെയുള്ള വാക്യങ്ങൾ. അടുത്തതായി വരൻ ഇവർ ഒരുക്കത്തോടെ കാത്തിരിക്കണം. വിവാഹ ദിവസം വരെ വരനും വധുവും ഒരുക്കത്തോടെ കാത്തിരിക്കണം. വരൻ്റെ ഒരുക്കം എപ്രകാരമെന്നാൽ, പിതാവിൻ്റെ ഭവനം അവനുണ്ടെങ്കിലും വരൻ വധുവിന് വേണ്ടി പ്രത്യേക താമസ സൗകര്യം ഒരുക്കും. ഒന്നുകിൽ അപ്പൻ്റെ ഭവനം പുതുക്കിപ്പണിയും, അല്ലെങ്കിൽ പുതുതായി മറ്റൊരു ഭവനം മണവാട്ടിക്കായി ഒരുക്കും. നമ്മുടെ കർത്താവും വധുവിനായി ഭവനം ഒരുക്കുന്നു. യോഹന്നാൻ 14:2. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഒരിക്കൽ ശേഷം പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് നമുക്ക് തന്നേച്ചു പോയ വാഗ്ദത്തമാണിത്. പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ വിവാഹത്തിനുള്ള ദിവസം അറിയിക്കും. ലൂക്കോസ് 21:26-28 വരെ. നമ്മുടെ കർത്താവും വിവാഹത്തിനുള്ള ദിവസം അടുത്തിരിക്കുന്നു എന്ന് നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അത് എപ്പോൾ സംഭവിക്കും? അത് സംഭവിക്കുന്നതിൻ്റെ അടയാളമെന്ത്? മത്തായി 24:3, ലൂക്കോസ് 21:7. അവൻ്റെ വരവടുത്തു എന്നതിൻ്റെ അടയാളങ്ങൾ കർത്താവ് നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി വധുവിൻ്റെ ഒരുക്കം. ഓരോ ദിവസവും വരൻ വധുവിന് എഴുതി കൊടുത്തിട്ട് പോയ വാഗ്ദാനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അവളുടെ മണവാളന് വേണ്ടി ഒരുക്കത്തോടെ അവൾ കാത്തിരിക്കണം. അവൻ നൽകിയിട്ട് പോയ ഉടമ്പടികൾ ശ്രദ്ധയോടെ എടുത്ത് വായിച്ച് അതിന് പ്രകാരം ജീവിച്ച് പഴി, ദുഷി, പരിഹാസം, പീഡകൾ എല്ലാം സഹിച്ച് തളരാതെ പതറാതെ വിശുദ്ധിയോടെ എൻ്റെ പ്രിയനെന്ന് വരും, എപ്പോൾ വരും എന്ന് നോക്കി പാർത്തുകൊണ്ട് അവൻ്റെ വരവിനായി ആകാംക്ഷയോടെ അവൾ ഇന്നും കാത്തിരിക്കുന്നു. എന്നോ വരും, എപ്പോൾ വരും, പോയതുപോൽ എൻ മണവാളൻ. എത്ര നാളായി കാത്തിരുന്നൻ, കൺകളിതാ മങ്ങിടുന്നേ. കഷ്ടത്തിൽ നനച്ചു ഞാൻ, മണവാളൻ വരുന്നെന്ന്. ഇനി ഞാനെന്നു കാണും അരുമയുള്ള മണവാളനെ. എന്നു വരും, എപ്പോൾ വരും, പോയതുപോൽ എൻ മണവാളൻ. സമയമായല്ലോ വരാൻ, സമയമായല്ലോ വരാൻ, വരവിൻ കാഹളം വാനിൽ മുഴങ്ങിടാറായി. സഭയെ നീ ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക, നിന്നരുമകാന്തൻ്റെ വരവടുത്തുപോയി. അത്തിമരങ്ങൾ തളിർത്തു, മുന്തിരിവള്ളികൾ പൂത്തു, വിലസും സൗരഭ്യകാലം അടുത്തുപോയി. ശീതകാലം കഴിഞ്ഞു പോയി, മഴയും മാറിപ്പോയല്ലോ, വസന്തകാലം സമീപേ സുദിനമായി. സമയമായല്ലോ വരാൻ, സമയമായല്ലോ വരാൻ, വരവിൻ കാഹളം വാനിൽ മുഴങ്ങിടാറായി. സഭയെ നീ ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക, നിന്നരുമകാന്തൻ്റെ വരവടുത്തുപോയി. ആമേൻ.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.